നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ് പ്രിയപ്പെട്ടവരെ നാം പഠിക്കേണ്ടത്. ആ പ്രണയത്തിലൂടെയാണ് ലോകത്തെ കീഴടക്കേണ്ടത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലൂടെയാണ് മാലോകര മുഴുവനും കീഴൊതുക്കിയത്. ഒരു വാളുമെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസൃണമായ സമീപനങ്ങളുടെ വരിഷ്ഠമായ പ്രപഞ്ചത്തിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലങ്കയ്യായി മാറുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വന്നവർ സയ്യിദുൽ ഖൈൽ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലെ ഭീകരവേട്ടയുടെ ആളാണ്, അല്ലെങ്കിൽ വീരപ്പന് സമാനമായ ആളാണ്. അയാള് കടന്നു വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാൻ. ഊണിപ്പിടിച്ച വാളുമായി മദീന മസ്ജിദിന്റെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന മുറിയുടെ അടുക്കലേക്ക് വരുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സയ്യിദുൽ ഖൈലാണ് വരുന്നത്, ഗജപോക്കിരിയാണ്, അകത്തേക്ക് വിടണോ നബിയേ? അപ്പോഴാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മടിത്തട്ടിലേക്ക് മാടി വിളിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹമസൃണമായ സമീപനങ്ങളോടെ ലോകത്തെ മുഴുവനും വരുതിയിലേക്ക് കൊണ്ടുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ബിലാലേ, സയ്യിദുൽ ഖൈലിനെ അകത്തേക്ക് വിടൂ. അവിടുന്ന് കാന്ത സ്വഭാവമുള്ള ക്രാന്ത ദൃഷ്ടിയോടെ കടന്നു വരുന്നയാളെ മനസ്സിലാക്കിയിട്ട് അയാളെ അടിമുടിയൊന്ന് വിലയിരുത്തിയിട്ട് അയാളുടെ നന്മയിലേക്ക് നോക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുന്നത് കടന്നു വന്നയാളുടെ നെഗറ്റീവിലേക്കല്ല, പോസിറ്റീവിലേക്കാണ്, അയാളുടെ നന്മയിലേക്കാണ് നോക്കുന്നത്. 98% തെറ്റായ പശ്ചാത്തലമുള്ള ഒരാള്, 2% മാത്രമേ നന്മയുടെ പിന്നാമ്പുറമുള്ളൂ. അയാളെ നബിതങ്ങൾ വിളിക്കുന്നത് സയ്യിദുൽ ഖൈർ, നിങ്ങളെ കുതിര സവാരിക്കാരനായ സെയ്ദെന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിൽ ഞാനിതാ വിളിക്കുന്നു നന്മയുടെ സെയ്ദേ. കാരണം ഈ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യാൻ തന്റെ ഇടമുള്ളവനാണ്. നിന്നോട് യോജിപ്പില്ലാത്തവരുടെ മുമ്പിലാണെങ്കിലും കടന്നു ചെല്ലാൻ ധൈര്യമുള്ളവനാണ്. അതുകൊണ്ടല്ലേ സയ്യിദുൽ ഖൈല് ഇങ്ങോട്ട് കടന്നു വന്നത്. അതുകൊണ്ട് സ്നേഹപൂർണമായി സവിധത്തിലേക്ക് കടന്നു വന്നയാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു സയ്യിദുൽ ഖൈർ. അയാള് ജീവിതത്തിൽ ആദ്യമായി സ്തുതി കേൾക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായി നല്ല വാക്ക് കേൾക്കുകയാണ്. അയാള് കൊല്ലാൻ വന്ന വാള് മാറ്റിവെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിലിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുശലാന്വേഷണം നടത്തുകയാണ്. ആരോടാണ്? കഴുത്തറുക്കാൻ കഠാരയുമായി വന്ന കാട്ടറബിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ എതിരാളിയുടെ മുമ്പിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവീയമായ സ്നേഹത്തിന്റെ മാസ്മരികമായ തലങ്ങളെ ക്രിയാത്മകമായി വിന്യസിച്ചുകൊണ്ട് പറയുന്നു, സെയ്ദേ, സുഖം തന്നെയല്ലേ, ക്ഷേമമല്ലേ സെയ്ദേ? എന്നിട്ട് കുശലാന്വേഷണം നടത്തിയിട്ട് ഈ സെയ്ദിന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. നബിതങ്ങൾ വലിയ കൊട്ടാരവും വെപ്പാട്ടികളെയും വെച്ച് ജീവിക്കുന്നയാളാണ്, ഛത്രാധിപതിയായി ജീവിക്കുന്നയാളാണ് എന്ന് തെറ്റിദ്ധാരണയുള്ളയാളെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് പറയുന്നു, സെയ്ദേ, വീട്ടിലേക്ക് പോകാം.
ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത സെയ്ദിനെയാണ് കടാരിയുമായി കഴുത്തറക്കാൻ വന്ന എതിരാളിയുടെ അടുക്കലാണ് അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകൂട്ടിയിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, വഴിയിൽ വെച്ചെങ്ങാനും ചെയ്ത് കൂറുമാറിയാൽ വാളൂരിയാൽ എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമായാലോ, അതുകൊണ്ട് ഞാനുമൊന്ന് കൂടെ പോകാം. മദീനയുടെ മണൽപ്പരപ്പിലൂടെ മാനവികതയുടെ അതുല്യമായ സമവാക്യങ്ങളെ മാലോകരുടെ മനതലത്തിലേക്ക് അടയാളപ്പെടുത്തിയ കാൽപെരുമാറ്റം നടത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ പാദസ്പർശങ്ങളിൽ പുളകമണിയുന്ന മദീനയുടെ മണ്ണിന്റെ മേലെ ഹബീബ് നടക്കുമ്പോഴാണ് മദീനേ के हिस्से खुदा तुझो को रखे गरीबों फकीरों के ठहराने वाले. ഈ മദീനയിലെ മണ്ണ് ആലംബഹീനരുടെ അവലംബമാണ്. അവിടുന്ന് അഭയമില്ലാത്തവരുടെ അഭയമാണ്. കാരുണ്യം ലഭിക്കേണ്ടവരുടെ പൂന്തോട്ടമാണ്. ഔദാര്യത്തിന്റെ ആരാമമാണ്. വിട്ടുവീഴ്ചയുടെ വിളനിലമാണ്. ആനുകൂല്യങ്ങളുടെ പറുദീസയാണ്. ആ മദീനയിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്റ്റായ സെയ്ദിന്റെ കൂടെ നടന്നു പോകുമ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് നബിയേ. ഓ ക്യാ ജൂദോ കർമ ഹേ ശഹബത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗനെ വാലാ തേരാ. ആരോടുമില്ലെന്ന് പറയാതെ നന്മകൾ മുഴുവനും വിതറിക്കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്റ്റിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ നിൽക്കുന്ന വിധവയോട് പ്രായമുള്ള ഉമ്മയുടെ ആവശ്യമുന്നയിച്ചപ്പോ ഒന്നും മാറി നിൽക്ക് തള്ളേ നല്ല പറഞ്ഞത്. ഈ ഗസ്റ്റിനോട് പറയുകയാണ്, ഒരു മിനിറ്റ് നിൽക്കണേ, ഈ പാവപ്പെട്ട ഉമ്മാന്റെ ആവശ്യമൊന്ന് പരിഹരിക്കട്ടെ. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നബിയെ, ഒന്നിങ്ങോട്ട് മാറി നിന്ന് തരുവോ, ഞാനൊന്ന് സ്വകാര്യമായി വിഷയം പറയാനാണ്. ചെറിയൊരു കാര്യമായിരുന്നു, ലളിതമായൊരു കാര്യം. ഒരു ഉമ്മാമ മുറുക്കാൻ ചോദിക്കുന്നത് പോലെ, 10 രൂപ ചോദിക്കുന്നത് പോലെ ചെറിയ ഒരു കാര്യമാണ് പ്രായമുള്ള തള്ള ചോദിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിറവേറ്റിയിട്ട് അടുത്തേക്ക് ചെന്നപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത സെയ്ദുൽ ഖൈർ അപ്പ ആലോചിക്കുകയാണ്, ഈ നബിയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത്? അയാളുടെ മനസ്സിൽ കറക്ഷൻ വന്നു കഴിഞ്ഞു. പിന്നെയും അങ്ങ് പോകുമ്പോ സെയ്ദുൽ ഖൈർ വിചാരിച്ചിരിക്കുന്നത് നബിതങ്ങള് കൊട്ടാരം വെച്ച് ജീവിക്കുകയാണ്, വെപ്പാട്ടികളുണ്ടെന്ന് തെറ്റിദ്ധരിച്ചയാളാണല്ലോ. അയാളുടെ മുമ്പിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ കൊച്ചു കുടിലിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നിട്ട് അതിഥിയോട് പറയുന്നു, ഒരു മിനിറ്റ് ഇവിടൊന്ന് നിൽക്കണേ, ഞാൻ അകത്തേക്കൊന്ന് കടന്നിട്ട് ക്ലിയർ ചെയ്യട്ടെ. അറിയുമോ സഹോദരങ്ങളെ, അപ്പോഴേക്കയാളുടെ മനസ്സിൽ മാറിപ്പോയി. നിശബ്ദമായ സൈലന്റ് കറക്ഷൻസ് ആണ് നടക്കുന്നത്. നിശബ്ദമായ തിരുത്തലാണ് നബിതങ്ങൾ നടത്തുന്നത്. അപ്പൊ അയാൾ ആലോചിക്കുക, ഈ നബിയാണോ കൊട്ടാരവും വെപ്പാട്ടികളെയും വെച്ച് ജീവിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്? നബിതങ്ങൾ അകത്ത് കയറിയിട്ട് സഹധർമ്മിണിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ, 2 അതിഥികളുണ്ട് കേട്ടോ. നബിതങ്ങൾ അകത്ത് നിന്ന് വാതിൽക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിദ്ദുയൂഫിൽ കിറാം, അതിഥികൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് അകത്തേക്ക് കടന്നപ്പോ 2 തടുക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുള്ളൂ.
തടുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുകയില്ല. കസേരയില്ലാത്ത കാലത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള കൊച്ചു പായാണ് തടുക്കെന്ന് പറയുന്നത്. ഈത്തപ്പനെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കുഞ്ഞു പായാണ് ആളുകൾക്ക് ഇരിക്കാൻ തിണ്ണയുടെ മേലെ ഇട്ടു കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ അതുണ്ടോന്ന് തന്നെ അറിഞ്ഞുകൂടാ. ആ രണ്ട് തടുക്കുകൾ എടുത്തിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥികളെ ഇരുത്തുകയാണ്. ഒന്ന് സയ്യിദുൽ ഖൈൽ, രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും അതിഥികളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ എന്താണെന്ന് അറിയുമോ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അതിഥിയെ ആദരിക്കണം. അതിഥിയെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, പരലോകമോക്ഷത്തിന്റെ ഭാഗമാണ്, ഇലാഹി വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരെയും ഇരുത്തിയിട്ട് കുശല സംസാരം തുടങ്ങിയപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി കഴുത്തെടുക്കാൻ കരുതി കൂട്ടിയിറങ്ങിയ സയ്യിദുൽ ഖൈൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. മുസ്തഫ ജാനെ റഹ്മത്ത് पे लाखों सलाम, शहरियारे इरम ताजुदारे हरम नौबारे शफाअत पे लाखों सलाम. കാരുണ്യത്തിന്റെ പ്രപഞ്ചമേ, വിട്ടുവീഴ്ചയുടെ വിഹായുസേ, ഔദാര്യത്തിന്റെ ആരാമമേ, മാനവീക ഗുണങ്ങളുടെ മുഴുവനും സമ്മേളനമായ സമീക്ഷയായ തിരുനബിയെ, ലോകത്തുള്ള സർവ്വ സൽഗുണങ്ങളുടെയും സമ്മേളനമായ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസൃണമായ സമീപനത്തിന്റെ മാസ്മരികമായ പ്രപഞ്ചത്തിലിരുന്ന് കഠാരയും കൊണ്ട് കഴുത്തെടുക്കാൻ വന്ന കഠിന ശത്രുവത കരുണയുള്ള അനുയായിയായി പരിണമിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഭാഷ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലോകര മുഴുവനും മാടി വിളിച്ചത് ഈ സൗഹാർദ്ദത്തിലേക്കാണ്. ലോകത്തെ മുഴുവനും സ്വാഗതം ചെയ്തത് ഈ ഒരുമയിലേക്കാണ്. അല്ലാതെ വംശഹത്യക്കോ വർഗവെറിക്കോ ഒന്നും ഇസ്ലാം പ്രചോദനം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തൊരു നേതാവിനും കിട്ടാത്ത പ്രേമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇവിടെ ഇരിക്കുന്ന സദസ്സിലെ കറകളഞ്ഞ വിശ്വാസികളോട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വന്തം വാപ്പാനോടാണോ സ്നേഹം? അതിനേക്കാൾ വലിയ സ്നേഹം റസൂലുള്ളാഹിനോടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് 10,000 കുതിരശക്തിയോടെ ഞങ്ങളുടെ സ്വന്തം വാപ്പാനെക്കാളും ഞങ്ങൾക്കിഷ്ടം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെന്ന് ആത്മാർത്ഥമായി പറയാൻ ആളുകളുള്ള സദസ്സാണ്. ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല, ഒരു വാക്കുപോലും നേരിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു നേതാവ് ആധുനാധുനികതയുടെയും ആത്മാവുകളിലെ നിറസാന്നിധ്യമായി മാറുക, ഇതല്ലയോ പ്രതിഭാസം, ഇതല്ലയോ വിസ്മയം, ഇതല്ലയോ ആശ്ചര്യം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൃത്യമായി കോർത്തിണക്കിയത് സ്നേഹത്തിന്റെ തന്ത്രികളെയാണ്, അനുരാഗത്തിന്റെ അലമാലകളെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും കേവലമായ താൽക്കാലിക ഭൗതിക ജീവിതത്തിന്റെ ഭ്രമങ്ങളിലേക്ക് അതിലയിക്കാതെ ആത്മീയമായ ജീവിതത്തിന്റെ തലത്തിലേക്കാണ് പോകേണ്ടത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വമിനൽ മാഇൽ ബാരിദി അലൽ മഈൻ
എല്ലാവരെക്കാളും ഇഷ്ടപ്പെടേണ്ട നേതാവാണ്. ഖുദാ കി റസാ ചാഹത്തെ ദോ ആലം ഖുദാ ചാഹതാ ഹൈ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാനത്തു നിന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന അമ്പിളിയും അതാ പകലോനായി വെളിച്ചം നൽകുന്ന സൂര്യനും മടിത്തട്ട് പോലെ കൊണ്ട് നടക്കുന്ന ഈ ഭൂമിയും വിസ്മയത്തിന്റെയും ആശ്ചര്യത്തിന്റെയും വാക്കുകൾക്ക് പോലും ഒതുക്കാൻ പറ്റാത്ത അന്തരീക്ഷവും വർണ്ണനകളുടെ വാനമ്പാടികൾക്ക് വരച്ചോ വഴിഞ്ഞോ ഒതുക്കാൻ പറ്റാത്ത സൗകുമാര്യതയുടെ പ്രതിഭാസമായ പ്രപഞ്ചത്തിലെ ഓരോ കണങ്ങളും എന്തിനേറെ ഒരു ഗ്ലാസ്സിൽ ഒരൽപ്പം വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തെ ഒന്ന് വർണ്ണിക്കാൻ നിനക്ക് പറ്റുമോ? അല്ലാഹുവിന്റെ അത്ഭുതത്തിന്റെ കലവറകളും നിലവറകളും ഒരുപോലെ തുറന്നു വെച്ചതല്ലേ നല്ല പച്ചവെള്ളം. ആ വെള്ളത്തിന്റെ ഭംഗിയും ആവശ്യവും പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ ഇഷ്ടദാസരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നമ്മുടെ വാപ്പാനെക്കാളും ഉമ്മാനെക്കാളും എല്ലാവരെക്കാളും പ്രണയിക്കണം. കാരണം എല്ലാവരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയതായി കാണാം. എന്താണെന്നല്ലേ ഇബ്നുൽ ജൗസി അടയാളപ്പെടുത്തിയത്? അതാ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ചെല്ലുന്നു. ചെല്ലുമ്പോ ഒരുപാട് ഹാജിമാരുണ്ട്, ഉംറക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധനാനിമഗ്നരായി നിൽക്കുന്നുണ്ട്. അപ്പൊ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഇതിൽ എത്ര പേരെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാർ എത്ര ഹാജിമാരെ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആലോചിച്ച് കിടക്കുകയാണ്. എന്നാൽ അല്ലാഹു തആല എല്ലാ ഹാജിമാരെയും സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുകയാണ്, അത് ഞാനാണോ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാത്രിയായി കിടന്നുറങ്ങിയപ്പോൾ അതാ ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാറേ, എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. അയാള് നിങ്ങളല്ല, ഖുറാസാൻകാരനായ മുഹമ്മദ് ബിൻ ഹാറൂനാണ്. ഉടനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖുറാസാൻകാരുടെ ടെന്റിലേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ ആരാണ്? അതേ, മുഹമ്മദ് ബിൻ ഹാറൂൻ വലിയ ആബിദായ മനുഷ്യനാണ്. 40 കൊല്ലമായി ആരാധനയിലാണ്. 40 കൊല്ലമായി നിരന്തരം നോമ്പെടുക്കുന്ന ആളാണ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നയാളാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ. നേരെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്നയാളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങളാരാണ്? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, മാലിക് ബിൻ ദീനാർ, ഞാൻ മാലിക് ബിൻ ദീനാറാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽ ആലിമുൽ സാഹിദ്, ആലിമും സാഹിദുമായ മാലിക് ബിൻ ദീനാറാണോ? ഉടനെ ബഹുമാനപ്പെട്ടവര് മറുപടി പറഞ്ഞു, അൽ ആലിമു അല്ലാഹ് വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ് അന സാഹിദു ലിഫഖരി.
അല്ലാഹുവാണ് ഏറ്റവും വലിയ ആലിമ്. ഉമർ ബിൻ അബ്ദുൽ അസീസാണ് സാഹിദായ മനുഷ്യൻ, പരിത്യാഗിയായ മനുഷ്യൻ. കാരണം രാജ്യത്തിന്റെ അധികാരം കിട്ടിയപ്പോഴും ചീറപ്പായിൽ കിടന്ന മഹാനാണ്. ഞാൻ പണമില്ലാത്ത ആളായിട്ട് പരിത്യാഗിയായ ആളാണ് എന്ന താഴ്മയുടെ വർത്തമാനം അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പരിചയപ്പെടുമ്പോ 40 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നയാളാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പില്ലാത്ത ദിവസമുള്ളൂ. അങ്ങനെ നോമ്പെടുക്കുന്ന ആളാണ്. 40 കൊല്ലമായി ഹജ്ജ് മുടങ്ങാത്ത ആളാണ്. ഇത് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്, പക്ഷേ എനിക്ക് നാണം തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞോളൂ ഉള്ളതെന്താണെന്ന് വെച്ചാൽ, ഉടനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് മുഹമ്മദ് ബിൻ ഹാറൂൻ പറയുകയാണ്, ഈ കഴിഞ്ഞ 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും ഹജ്ജ് കഴിയുമ്പോ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഇവിടെ വരും. ആ അതത് കാലഘട്ടത്തിൽ സാഹിദായിരിക്കും, മാലിമായിരിക്കും. വന്നിട്ട് എന്നോട് പറയും, എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ വിഷയം വളരെ ഹബീബിന്റെ മഹബത്തുള്ള വിഷയം പറഞ്ഞു ദ്വാരെന്ന് നമുക്ക് പിരിയാം. അങ്ങ് മേലെ നിൽക്കുന്ന മുഅ്മിനീങ്ങളും നമുക്ക് ദുആ ചെയ്യാനുള്ള മജ്ലിസാണല്ലോ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഒരുപാട് കാലം അവിടുത്തെയുടെ പ്രണയം പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്നതാ പറയുന്നു, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും പങ്കെടുക്കുന്ന ആലിമീങ്ങളും സാഹിരീങ്ങളും പറയുന്നത്, എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ എന്തു ചെയ്യാനാണ്? ഉടനെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നു, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല വൻ പാപങ്ങളും ചെയ്തിട്ടുണ്ടോ? അതെ, ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്. അതേതാണ്? ഞാൻ ഒരു ദിവസം കള്ളു കുടിച്ചു നല്ല മത്തനായി, നല്ല ലെവല് തെറ്റിയിട്ട് ഞാൻ വീട്ടിലെത്തി. ശഅബാനിന്റെ അവസാനത്തെ ദിവസമാണ്, പിറ്റേന്ന് റമളാനാണ്. ഞാൻ കള്ളുകുടിച്ച് ലെവല് തെറ്റിയിട്ട് വീട്ടിലെത്തി. എന്റെ വീടിന്റെ കതകു തുറന്നു തന്നത് മൂത്താപ്പയുടെ മകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് അകത്തേക്ക് കടന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, എടാ, എല്ലാ ജനങ്ങൾക്കും നാളെ രാവിലെ റമളാനാണ്, നീ സക്രാനാണോ? നാളെ റമളാന്റെ നോമ്പ് തുടങ്ങാൻ പോവുകയാണ്, നീ കള്ളുകുടിച്ച് ലെവല് തെറ്റിയിട്ടാണോ റമളാനിന്റെ പ്രഭാതത്തെ സ്വീകരിക്കാൻ പോകുന്നത്? അത് പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച ഞാൻ എന്റെ ഉമ്മാനെ പിടിച്ചൊരൊറ്റ തള്ളുകൊടുത്തു. എന്റെ ഉമ്മ അടുപ്പിലെ തീയിലേക്ക് പോയി വീണു. ഇബ്നുൽ ജൗസി ആരാണ്? ഹിജറ 589 വഫാത്തായ ആളാണ്.
ചരിത്രങ്ങൾ ഒരുപാട് എഴുതി വെച്ച ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാളാണ്. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അടയാളപ്പെടുത്തുന്നു, ഉമ്മാനെ ഞാൻ പിടിച്ചിട്ടൊരു തൊള്ളു കൊടുത്തപ്പോൾ അടുപ്പിലേക്ക് പോയി വീണു. ഉമ്മ കത്തിപ്പോയി. ബഹളം കേട്ടപ്പോൾ എന്റെ മൂത്താപ്പയുടെ മകളെന്നെ ഒരു റൂമിലേക്ക് തള്ളിയിട്ടിട്ട് കുത്തിയിട്ട് കളഞ്ഞു. ഏകദേശം പാതിരാത്രിയായപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പൊ ഞാൻ വാതിൽ മുട്ടിയിട്ട് മോളെ കതക് തുറക്കടി എന്ന് പറഞ്ഞു. അവൾ എന്നോട് പിണക്കമുള്ള വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, മഹാദിൽ ജഫാ മഹാദൽ ജഫാ വമാഹാദിൽ ജഫ്വാ, എന്താടി ഇതുവരെ എന്നോട് ഇങ്ങനെ നീ സംസാരിച്ചിട്ടില്ലല്ലോ, എന്തേ നീ ഇപ്പൊ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ ലോകത്തെ വലിയ തെറ്റു ചെയ്ത തോന്നിവാസിയാണ്, നിന്റെ ഉമ്മ കത്തി മരിച്ചു പോയില്ലേ? അപ്പോൾ ഞാൻ വീടിന്റെ റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങി. നോക്കിയപ്പോ ഉമ്മാന്റെ ജീവൻ നഷ്ടപ്പെട്ടുപോയി. നേരെ വാതിൽ പടിയിലേക്ക് വന്ന് എന്റെ വലത് കൈ വാതിലിന്റെ കട്ടളയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് എന്റെ കൈയങ്ങ് മുറിച്ചു കളഞ്ഞു. കാരണം ഉമ്മാനെ ആക്രമിച്ച കൈയല്ലേ എന്നുള്ള നിലക്ക് ഞാനതങ്ങ് മുറിച്ചു. എന്റെ കയ്യിൽ 80,000 ദീനാറുണ്ടായിരുന്നു. ആ ദീനാറ് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തു. ഞാൻ നേരെ മക്കത്തേക്ക് വന്നു. 40 കൊല്ലമായി ഇതുവരെ ഒരു ഹജ്ജും മുടക്കിയിട്ടില്ല. 40 ദിവസത്തിലൊരിക്കൽ നോമ്പ് തുറക്കുകയല്ലാതെ, അഥവാ നോമ്പില്ലാതിരിക്കുകയല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. കാലിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, കൈയിവിടെ ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടും ഈ കഴിഞ്ഞ 40 കൊല്ലവും അല്ലാഹു എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. എന്നെ അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഇടയ്ക്കുകൂടി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്ന ഈ വേദിയിൽ ചെറുപ്പക്കാര് പലരുമുണ്ട്. ഉമ്മമാരോട് അദബ് കെട്ട ഒരൊറ്റ വർത്തമാനവും ഉണ്ടാകാൻ പാടില്ല. ഉമ്മമാര് നിലത്തിട്ട് ചവിട്ടിയാൽ കാലിന്റെ അടിയിലെ പൊടി തട്ടുകയല്ലാതെ അവരോട് പ്രതികരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അവരോട് നല്ല വർത്തമാനം പറയണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന ബോധം വേണം. ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല. നീ വലിയ മുസ്ലിയാരാണെങ്കിലും, വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിലും, വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, വലിയ ബുദ്ധിജീവിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ഉമ്മയെത്ര വിവരമില്ലാത്ത ഗ്രാമീണയാണെങ്കിലും, ബോധമില്ലാത്ത സാധാരണക്കാരിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ചെറുപ്പക്കാരെ, സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളണം. അല്ലാഹു ഈ ലോകത്തും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെയും അപ്പുറമുള്ള കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അൻത ഉമ്മുൻ അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. എന്താണെന്നറിയുമോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഈ വിഷയമെന്ന് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ
നിനക്ക് ദുനിയാവ് മുഴുവനും അങ്ങ് കത്തിച്ചുകൂടായിരുന്നോ? ഉമ്മാനെ അടുപ്പിൽ തള്ളിയിട്ടതെന്തിനാടാ എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞിട്ട് മാലിക് ബിൻ ദീനാർ തങ്ങളങ്ങ് നടന്നു. ഈ മനുഷ്യന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. യാ അല്ലാഹ് അനീസി ഇന്ന കുർബത്തി, പടച്ചവനെ നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പൊട്ടിക്കരേണ്ടത്? വന്നുപോയി റബ്ബേ, ഇനി രക്ഷയില്ല. എല്ലാരും എന്നെ ഇതാ നിസ്സാരരാക്കി പോയി. ഞാൻ എന്തു ചെയ്യാനാണ് റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് പൊട്ടിയങ്ങ് കരയുമ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പോയി കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു സ്വാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ നബിയുനൽ അമീൻ ഹബീബുനൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മാലിക് ബിൻ ദീനാറിനോട് ചോദിക്കുന്നു, ലിമാദാ തുഖല്ലിതുന്നാസ മിൻ റഹ്മത്തില്ലാഹ്, എന്തിനാ മാലിക് ബിൻ ദീനാറെ അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് ജനങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ജനങ്ങളെ ആശമുറിയിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് കേട്ടോ, അദ്ദേഹത്തോട് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്തേ കാരണം? അല്ലാഹു ജല്ല ജലാലായ റബ്ബ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു, യഥാ നിനക്ക് 3 ദിവസം നിന്നെ നരകത്തിലിടും. എന്നിട്ട് നിന്റെ ഉമ്മാന്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും. ആ ഉമ്മാന്റെ കൈകൊണ്ട് നിന്നെ നരകത്തിൽ നിന്ന് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ നരകത്തിന്റെ രുചി അറിഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് നീ നരകത്തിൽ കിടന്നേ പറ്റൂ. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. മാലിക് ബിൻ ദീനാറെ ബശ്ശിറുഹു, അതുകൊണ്ട് പോയി അദ്ദേഹത്തോട് സന്തോഷം പറയണം. കാരണം അല്ലാഹു സ്വീകരിച്ചു പോയി. ചെറുപ്പക്കാരെ, 40 കൊല്ലം തുടർച്ചയായി ഹജ്ജ് ചെയ്തിട്ട്, 40 കൊല്ലവും നോമ്പെടുത്തിട്ട്, 40 കൊല്ലവും നിസ്കരിച്ചിട്ട് അല്ലാഹു ചെയ്ത വിട്ടുവീഴ്ചയുടെ പരിധി ഉമ്മാന്റെ എത്ര വലിയ സ്ഥാനമാണ്. അവിടെ രക്ഷയ്ക്ക് വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളല്ലേ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. മാലിക് ബിൻ ദീനാർ തങ്ങൾ ചെന്ന് ജനാസ നിസ്കരിച്ചു എന്ന് ഇബ്നുൽ ജൗസി പറയുന്നു. അതുകൊണ്ട് എല്ലാവരെക്കാളും വലിയ കരുണയാണ് നബിതങ്ങൾ. അല്ലാഹു അവന്റെ അവൻ റഹ്മത്ത് തന്നെയാണ്. അല്ലാഹു നമ്മളെ മുഴുവനും വിജയിപ്പിക്കട്ടെ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറഞ്ഞ ഈ വേദിയിൽ റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് തവണ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ.